പാചകം ചെയ്യുന്നത് ഇലകളിൽ നിന്നാണ്. ഒന്ന് മിണ്ടാണ്ടിരിക്കോ? എനിക്കിവിടെ കളിക്കണം. അല്ലല്ല, എനിക്ക് പഠിക്കണം. സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത് ഇലകളിൽ നിന്നാണ്. സസ്യങ്ങൾ എന്തെങ്കിലും ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? പിന്നെ ഈ സസ്യയിലെ എന്തെങ്കിലും കുഴപ്പമില്ല മീൻ വെച്ചിട്ടുണ്ടോ? ഇല്ല. അലീസിന് പപ്പടങ്ങൾ പറ്റുന്നുണ്ടോ? ഇല്ല. ഇല്ല. അതൊക്കെ ആവശ്യമില്ല പഠിച്ചോളുന്നു. എനിക്ക് പഠിക്കണം. എനിക്ക് പഠിക്കണം. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ലേ? ഇല്ല. എന്താ ഞാനെന്തോ പഠിച്ചിട്ടില്ല. ഇന്നലെ സയൻസ് പരീക്ഷയ്ക്ക് ഇവനായിട്ട് ഫുൾ മാർക്ക് ആയിരിക്കും. സയൻസ് പരീക്ഷ ആണ്. അപ്പൊ നാളെ കണക്ക് പരീക്ഷ. അപ്പൊ എന്റെ പരീക്ഷ നാളെയാ. ഞാനെന്തിനാ വിളിക്കുന്നത്? ആ അപ്പൊ ഞാൻ നാളെ നിന്റെ അമ്മയുടെ സൈക്കിള് പിന്നെ എന്തോ ഉണ്ട്. ആണോ? എങ്ങോട്ട് എഴുതല്ലേ ഇത്? ആണോ? ആണോ? വീട്ടിൽ പോവാണോ? പോണേ. നിന്റെ സയൻസ് പരീക്ഷ പിന്നെ ഇവിടെ ആര് എഴുതി? അങ്ങനെ എഴുതിയ നീ ജയിക്കോ? വന്നോളൂ ഓരോ. അതെ, അറ്റൻഡൻസ് എടുക്കണേ. കിച്ചു, അനുഷ്ക, അരുൺ, അമ്പാടിക്കുട്ടൻ, അമ്പാടിക്കുട്ടൻ. അമ്പാടിക്കുട്ടൻ ദൈവം എന്തിനാണ് ചെവി തന്നത്? ടീച്ചറിന്റെ പിറ്റാനാണോ ചെവി തന്നത്? പിന്നെ കണ്ണാടി വെക്കാനാണോ? കണ്ണാടി വെക്കാനാണോ? നാളെ വരുമ്പോ ഈ കാട് വെട്ടി തളിച്ചിട്ട് വന്നോണം. എല്ലാരും മിണ്ടാതിരുന്നോണം. ക്വസ്റ്റ്യൻ പേപ്പർ തരും ഇപ്പൊ. ആരെയും നോക്കി എഴുതാൻ പാടില്ല. ചോദ്യം നന്നായിട്ട് വായിക്കണം. ആരും നോക്കി എഴുതരുത്. ചായ കുടിക്കുന്നടാ. എന്റെ അമ്പാടിക്കുട്ട, അത് 10 മണി തൊട്ട് 12 മണിക്കകത്ത് എഴുതി തീർക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ പെട്ടെന്ന് എഴുത്. അങ്ങനെ ചോദിക്കാം. ആംബുലൻസ് അല്ല സാറേ, ഇവൻ കരഞ്ഞതാ. നീ കരഞ്ഞാണോ? ആദ്യം ആംബുലൻസ് കൊണ്ടുവന്നു. ഇപ്പൊ പയറിഞ്ചനായിട്ട് വരുന്നതാ. നിന്റെ പയറിഞ്ചനാണ് പറ്റുവെച്ചാൽ മൃഗങ്ങളെ അവിടെ മാറിയില്ല. അവന്റെ പയറിഞ്ചനാവില്ലേ? ഞാൻ വെറുതെ പറയണമെന്ന് വിചാരിക്കരുത്. അവൻ കോപ്പി അടിക്കണം. ഞാൻ പറയാം സാറേ. ടീച്ചറിന്റെ മനസ്സിലെ പിള്ളേരെ പറയട്ടെ. അത് ശരി. അപ്പൊ ഹെഡ്മാസ്റ്റർ ഞാൻ ഇല്ലാത്ത പിള്ളേർക്ക് എന്താ പറയാ? എന്താണ് നീ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. പിന്നല്ലേ ആ വാമണ്ണ പ്രാണി ഈച്ചക്ക് അവനെന്താ പറഞ്ഞേ? അവൻ പറഞ്ഞു അറിയണം. അവന്റെ അണ്ണാക്കിനകത്തോട്ട് ഇറങ്ങിയിരുന്നു കേൾക്കണം. എന്നാലും അവൻ പറഞ്ഞു മനസ്സിലാവും. അതെ, എനിക്കൊരു സംശയമുണ്ട്. എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞത്. ഇവൻ കോപ്പി അടിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഞാനിവിടെ നിൽക്കുമ്പോഴും സത്യമായിട്ടും കോള് തന്നെ സാറിന് ചെക്ക് ചെയ്ത് നോക്കും. അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് നിൽക്കുമ്പോ കോപ്പി അടിക്കേ. ആരെങ്കിലും കോപ്പി അടിക്കുന്നുണ്ടോ അവിടെ? നീ കോപ്പി അടിക്കുന്നുണ്ടാ?
നീ ഇത്ര മെലോഡ്രാമ അടിച്ച് ശരിക്കും നിന്നെ ഒന്ന് വരച്ചു വെച്ചിട്ടേ ഞാൻ വിടുന്നുള്ളൂ. ഉണ്ടോടാ നിന്റെ കയ്യിൽ? ഉണ്ടോടാ? ഉറപ്പാന്നോ? നമുക്കോ നിന്റെ വീട്ടിൽ എന്തൊക്കെ നിന്റെ വീട്ടിൽ എന്തൊക്കെ കഴിക്കുന്നത് ഞാൻ നോക്കട്ടെ. ഉണ്ടറ വിളംബരം വലത്തെ കാലിന്റെ അകം തുടങ്ങി. ടീച്ചറെ ഉണ്ടറ വിളംബരം ഒന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ഉണ്ടറ വിളംബരം. അതിന്റെ അകം തുടങ്ങിയാൽ തൊളിപ്പിച്ചു വെക്കുക. വലിയൊരു സംഭവം നടന്നിട്ട് റഷ്യൻ വിപ്ലവം ഇടത്തെ കാലിന്റെ അകം തുടങ്ങി. ഇതാണ് റഷ്യൻ വിപ്ലവം. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്ക് സാറേ. വേറെ ഒരു കിറ്റിന്റെ സമരമുണ്ട്. പക്ഷെ അത് എവിടെ ഇരിക്കുന്നത് ടീച്ചറോട് പറയാൻ നീ അവൻ കോപ്പി അടിക്കും. കോപ്പിയായിട്ട് നടക്കുക അവന്. സാറേ ഞാൻ ഒരു കാര്യം പറയാം. ഇവന് അധ്യാപകരെ ഒരു ബഹുമാനമില്ല. ടീച്ചറിനെ അവൻ ബഹുമാനിക്കുന്നു. ഒരു ബഹുമാനമില്ല സാറേ. നീ എന്താ ടീച്ചറിനെ ബഹുമാനിക്കാൻ? ഇതെന്തോടെ എരിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. എടാ ഒച്ച കുറച്ച് പറയാനല്ലേ ബലൂണ് വെളുപ്പിച്ചാലേ തിരിച്ച് ബലൂണ് വീർപ്പിക്കത്തുള്ളൂ. നീ എന്തോടെ ഉത്സവം കല്യാണം ബലൂൺ വിൽക്കാൻ അവനെ അങ്ങോട്ട് ബഹുമാനം കൊടുത്താലേ തിരിച്ച് തരത്തുള്ളൂ. അയ്യോ ടീച്ചർ ബഹുമാനിച്ചു. എന്നെ ചെയ്യുന്നത് ബഹുമാനിച്ച ടീച്ചർ അല്ല ഇരുന്നല്ല നീ എന്നെ ചെയ്യുന്നത് സാർ എന്നെ ചെയ്യുന്നത് ബഹുമാനിക്കണം. എന്നെ ചെയ്യുന്നത് ബഹുമാനിക്കണം ടീച്ചർ. ഇതോടെ പുസ്തകം ചന്തിക്ക് വെച്ച് അടയിരിക്കുന്നോടോ നീ എന്തോടോ കൊല്ലപ്പോഴി പരീക്ഷ പുസ്തകം കൊണ്ട് കേട്ടതെന്ന് എനിക്കറിയാം. എടാ പഠിക്കുന്ന പുസ്തകം പരീക്ഷ സമയത്ത് പരീക്ഷ കാലത്ത് പുറത്തു വെക്കണം. എന്നിട്ട് പുസ്തകം ഇല്ലാതാണ് പരീക്ഷ കാണിക്കാറ്. എന്താ പറയാ എന്താ സാറേ മനുഷ്യന്റെ കാര്യമൊക്കെ എത്ര ഉണ്ടെന്ന് ഇതൊക്കെ വിധി എന്ന് പറയുന്നത്. എന്ത് വിധി? ഞാൻ അവന്റെ കൂടപ്പുറപ്പിനല്ലേ ഇപ്പൊ ഞാൻ സാറേ സാറിനെ അവൻ പറ്റിക്കുക. ആ കോപ്പി എടുത്തോണ്ടിരുന്നതാ. പുസ്തകം പേപ്പർ എടുത്തോളാം മതി. അമ്പാടിക്കുട്ട എന്റെ സ്വഭാവം പഠിക്കരുത്. നീ അവിടെ നോക്കിയാണോ എഴുതിയത്? നിങ്ങളുടെ നോക്കിയാണോ ഇവർ എഴുതിയത്? നീ നോക്കി എഴുതിയാലും ഇല്ലേലും അവര് 3 പേരും ജയിക്കും. നീ ഇപ്രാവശ്യം 4ാം ക്ലാസ്സിൽ തോക്കും. മലപ്പുറം നീ ഇപ്രാവശ്യം 4ാം ക്ലാസ്സിൽ തോക്കുവാടാ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ ഉത്തരം അതേപടി കോപ്പി അടിച്ച് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നീ എഴുതി വെച്ചാ പിന്നെ അതിനെ